രാജനെ അവസാനമായിട്ട് കണ്ട മനുഷ്യനും വിടവാങ്ങി. വീണ്ടും മുഴങ്ങുന്നത് ആ അച്ഛൻ്റെ ചോദ്യം, എൻ്റെ മകൻ എവിടെ? കേരളത്തിൻ്റെ രാഷ്ട്രീയ നിയമ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മുറിവായി നിൽക്കുന്ന ഒരു പേരാണ് രാജൻ എന്ന് പറയുന്നത്. എന്നാൽ ആ പേരിനേക്കാൾ കൂടുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞത് മറ്റൊരു മുഖമാണ്. മകനെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ കൈവിടാതെ അവസാന ശ്വാസം വരെ കോടതികളുടെയും സർക്കാർ ഓഫീസുകളുടെയും വാതിലുകൾ കയറിയിറങ്ങിയിട്ടുള്ള ഒരു പിതാവ് ഈശ്വരവാര്യരുടെ മുഖം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ വാർദ്ധക്യം ശരീരത്തെ തളർത്തിയിട്ടും പ്രതീക്ഷയെ തളർത്താനായില്ല. ഓരോ മഴയും പെയ്യുമ്പോഴും മകൻ എവിടെയോ ജീവിച്ചിട്ടുണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ അച്ഛൻ്റെ വേദനയാണ് പിന്നീട് ഒരു തലമുറയുടെ കണ്ണീരായിട്ട് മാറിയത്. നീതി ലഭിക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യമെന്ന് പറയുന്നത്. മകൻ്റെ മൃതദേഹം പോലും കാണാൻ കഴിയാതെ എൻ്റെ മകൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1976 മാർച്ച് 1 രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിലുണ്ടായിരുന്ന ഒരു കാലം. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്നത്തെ NIT കാലിക്കറ്റ് അവസാന വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ നക്സൽ ബന്ധം ആരോപിച്ചുകൊണ്ട് തന്നെ പോലീസ് കോളേജിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി ജോസഫ് ചാർലിയെയും പോലീസ് പിടികൂടി. എന്നാൽ ആ ദിവസം കോളേജിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോയിട്ടുള്ള ആ രാജനെ പിന്നീട് ജീവനോടെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് രാജനെ കക്കയം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായെന്നുമുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം രഹസ്യമായിട്ട് നശിപ്പിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾ വരെ അന്ന് വളരെയധികം ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് വരെ രാജൻ്റെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കസ്റ്റഡി തിരോധാനമായിട്ട് രാജൻ കേസ് മാറിയത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ കഥ ഒരു യുവാവിൻ്റെ തിരോധാനത്തിൻ്റെ കഥ മാത്രമല്ല, ഒരച്ഛൻ്റെ നീതിക്കായിട്ടുള്ള ജീവിതകാല പോരാട്ടത്തിൻ്റെ കഥ കൂടിയാണ്. മകൻ കാണാതായതോടെ ഈശ്വരവാര്യർ കോളേജുകളിലും ഹോസ്റ്റലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങി വർഷങ്ങളോളം. ആരും വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയില്ല. ഒടുവിൽ അദ്ദേഹം കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കേരളത്തിൽ അതീവ ധീരമായിട്ടുള്ള നീക്കമായിരുന്നു അത്. അധികാരത്തിനെതിരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടം പിന്നീട് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ഈശ്വരവാര്യർ സമർപ്പിച്ചിട്ടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് രാജൻ കേസ് ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയത് തന്നെ. ഭരണകൂടത്തിൻ്റെ അധികാര ദുരുപയോഗം മാത്രമല്ല, പോലീസിൻ്റെ പീഡനം, മനുഷ്യാവകാശ ലംഘനം എന്നിവയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് ഈ കേസ് വല്ലാതെ വഴി തുറന്നു എന്നുള്ളതാണ്. ഒടുവിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നതും ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതമായിരുന്നു. അന്വേഷണത്തിൽ രാജൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതായിട്ട് കോടതി അംഗീകരിച്ചു. കേസിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള ജയറാം പടിക്കലിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചുവെങ്കിലും പിന്നീട് അപ്പീലിൽ ശിക്ഷ റദ്ദാക്കപ്പെട്ടു എന്നുള്ളതാണ്. രാജൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്ന നിഗമനം നിലനിന്നെങ്കിലും കൂടിയിട്ട് കുറ്റക്കാർക്കെതിരെ മതിയായിട്ടുള്ള തെളിവുകൾ ഇല്ലെന്ന കാരണത്താൽ കൊണ്ട് തന്നെ ശിക്ഷ ഉറപ്പിക്കാനായില്ല. അതോടെ നീതി തേടിയ കുടുംബത്തിൻ്റെ പോരാട്ടം പൂർണ്ണതയിലേക്ക് എത്താതെ തന്നെ അത് അവസാനിച്ചു എന്നുള്ളതാണ്. ഈ കേസിൽ വാസ്തവത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സാക്ഷിയായിരുന്നത് പ്രൊഫഷണൽ കെ അബ്ദുൽ ഗഫാർ ആയിരുന്നു. കോഴിക്കോട് RECയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകനായിരുന്ന അദ്ദേഹം പോലീസ് രാജനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ടു മുമ്പ് വിദ്യാർത്ഥിയെ അവസാനമായി കണ്ട വ്യക്തികളിൽ ഒരാളാണ്. അന്വേഷണത്തിനിടെ മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഞാൻ സാക്ഷി എന്ന തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. രാജൻ കേസിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നായിട്ട് ആ പുസ്തകം കണക്കാക്കപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ പ്രൊഫസർ അബ്ദുൽ ഗഫാർ ഒരു സാക്ഷി മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെയും UAEയിലെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അക്കാദമിക് നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. NIT കാലിക്കറ്റ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്
എന്ന് വെച്ചാൽ അഞ്ചുമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം വാസ്തവത്തിൽ പിന്നീട് UAE ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിലും നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടു കൂടിയിട്ട് രാജൻ കേസിൻ്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന സാക്ഷികൾ ഒരാളിനെയാണ് വാസ്തവത്തിൽ കേരളത്തിന് നഷ്ടമായത് തന്നെ. പിന്നീട് രാജൻ കേസിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് മലയാള സിനിമയും ലോകത്തിന് മുന്നിലെത്തിച്ചു എന്നുള്ളതാണ്. ഷാജിയൻ കരുണ് സംവിധാനം ചെയ്തിട്ടുള്ള പിറവി എന്ന രാഷ്ട്രീയ സിനിമയെ ആയിരുന്നില്ല, കാത്തിരിപ്പിൻ്റെ വേദനയെക്കുറിച്ചിട്ടുള്ള സിനിമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്. മഴയിൽ നനഞ്ഞ് മകനെ കാത്തു നിൽക്കുന്ന അച്ഛൻ്റെ പുരസ്കാരങ്ങളും അന്താരാഷ്ട്ര ചലച്ചിത്ര മേഖലകളിലെ അംഗീകാരങ്ങളും നേടിയ ചിത്രമെന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ. ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ ദുഃഖത്തെ മനുഷ്യരാശിയുടെ പൊതുവേദനയാക്കി മാറ്റി രാജൻ കേസിനെ 50 വർഷത്തോട് അടുക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. രാജൻ്റെ മൃതദേഹം എവിടെ? അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഉത്തരവാദികൾ ആരൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങൾ ഇന്നും ചരിത്രത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ ഇന്നും തളം കെട്ടിക്കിടക്കുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, രാജൻ കേസ് ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ കഥയല്ല. ജനാധിപത്യത്തിലെ അധികാരം അതിരുവിട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണത്. ഒരച്ഛൻ്റെ കണ്ണീര് എത്ര വലിയ ഭരണകൂടത്തെയും ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച സംഭവമാണ് അത്. അതുകൊണ്ട് തന്നെ രാജനെ ഓർക്കുമ്പോൾ മലയാളികൾ ആദ്യം ഓർക്കുന്നത് കാണാതായ ആ യുവാവിനെയല്ല, മഴയത്ത് വഴിയോരത്ത് മകനെ കാത്തുനിന്ന, കോടതി വാതിലുകൾ നടന്നു തേഞ്ഞു തീർന്ന എൻ്റെ മകൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടാതെ ജീവിതം അവസാനിപ്പിച്ച ഈച്ചരവാറിയർ എന്ന ആ അച്ഛനെയാണ് ആ ചോദ്യം ഇന്നും കേരളത്തിൻ്റെ മനസ്സുകളിൽ ശരിക്കും പറഞ്ഞാൽ പിന്തുടരുന്നത് തന്നെ. ഇന്നും ആ ചോദ്യം മുഴങ്ങുന്നു.